ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാർത്ത എത്രമാത്രം വേദനാജനകമാണ്. എത്ര മനുഷ്യരാണ് നിത്യേന ഇന്ത്യയിൽ കൊല്ലപ്പെടുന്നു. മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ കൊന്നുതള്ളുക. വർഗീയ വിദ്വേഷം വിതച്ച് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി എത്ര മനുഷ്യരെയാണ് കൊന്നുകളയുന്നത്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. മണിപ്പൂരിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇങ്ങനെ വന്ന് ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്. ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. നമ്മുടെ മലയാളിയായ സഹോദരൻ അഷറഫ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ച് മൃഗീയമായി അടിച്ചു കൊന്നുകളഞ്ഞില്ലേ. അതിർത്തിക്കപ്പുറത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാടിന്റെ സമാധാനം സംരക്ഷിക്കണം എന്ന നിലപാടെടുത്തു.